നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. അങ്ങനെ ഫെബ്രുവരി മാസം കഴിഞ്ഞു, മാർച്ച് തുടങ്ങി. അപ്പം ഫെബ്രുവരിയിലെ സെയിൽസിൻ്റെ കണക്ക് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫെബ്രുവരി ഏതായാലും ഈ പ്രാവശ്യം 29 ഉള്ളതുകൊണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ സെയിൽസ് കണക്ക്? പഴയ ഒരു രീതിക്ക് തന്നെയാണോ, അതോ മാരുതി ഏറ്റവും ടോപ്പ് സ്ഥാനം വിട്ടോ? ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് അറിയാൻ സാധിക്കും. ഇപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പ് 10, അതായത് ഫെബ്രുവരിയിലെ ഏറ്റവും ടോപ്പ് 10 തൊട്ട് നമുക്ക് പറയാം. അതായത് ടോപ്പ് 10 വാഹനങ്ങൾ വിറ്റിരിക്കുന്ന ഒരു കണക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഏറ്റവും ഫസ്റ്റ് സ്ഥാനത്ത് നിൽക്കുന്നത്, അതായത് ഏറ്റവും ഒന്നാമത് നിൽക്കുന്നത് മാരുതിയുടെ ന്യൂ വാഗണാറാണ്. അതായത് ന്യൂ ബിഗ് വാഗണാർ തന്നെയാണ് ഫസ്റ്റ് പ്ലേസ് നിൽക്കുന്നത്. 19,412 യൂണിറ്റ്സ് ആണ് ഈ ഒരു വാഹനം ഫെബ്രുവരി മാസം വിറ്റിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പൊസിഷൻ, അതായത് നമ്മുടെ സെക്കൻഡ് പൊസിഷൻ പോകുന്നത് ടാറ്റ പഞ്ചിനാണ്. ശരിക്കും പറഞ്ഞാൽ പഞ്ച് നമുക്കറിയാം, ഇപ്പം പഞ്ചിൻ്റെ ഒരു നോർമൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു IC എഞ്ചിൻ മാറി ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ പ്ലാറ്റ്ഫോം, അതായത് EVയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഈ വാഹനം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ്. 18,434 യൂണിറ്റ്സ് ആണ് ഈ ഒരു വാഹനം ഫെബ്രുവരി മാസം വിറ്റിരിക്കുന്നത്. ഇനി അടുത്ത മൂന്നാം സ്ഥാനം മാരുതി സുസുക്കിയുടെ ബെലേനോയാണ്. അതായത് ബെലേനോ നമുക്കെല്ലാം അറിയാവുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് സ്ഥാനം നിന്നാണ്. അതായത് കഴിഞ്ഞ മാസം ജനുവരി മാസത്തിൽ ഫസ്റ്റ് സ്ഥാനത്ത് നിന്നാണ്. പക്ഷേ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് താന്നിട്ടുണ്ട്. അതായത് ഏകദേശം 17,517 യൂണിറ്റ്സ് ആണ് വിറ്റിരിക്കുന്നത്. ഇനി നാലാമത്തെ സ്ഥാനം മാരുതി സുസുക്കിയുടെ ഡിസയർ വാഹനമാണ് നാലാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. 15,837 യൂണിറ്റ് ആണ് ഈ ഒരു വാഹനം വിറ്റിരിക്കുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ സ്ഥാനം ഒന്ന് നോക്കാം. മാരുതി സുസുക്കിയുടെ ബ്രസയാണ് അഞ്ചാം സ്ഥാനം കൊണ്ടുപോയിരിക്കുന്നത്. 15,765 യൂണിറ്റ്സ് ആണ് ഈ വാഹനം വിറ്റിരിക്കുന്നത്. ഇനി ആറാമത്തെ സ്ഥാനം മാരുതി സുസുക്കിയുടെ എർട്ടിഗയാണ് ആറാമത്തെ സ്ഥാനം വന്നിരിക്കുന്നത്. 15,519 യൂണിറ്റ് ആണ് ഈ വാഹനം വിറ്റിരിക്കുന്നത്. ഏഴാമത്തെ സ്ഥാനം വന്നിരിക്കുന്നത് ഹുണ്ടായി ക്രെറ്റയാണ് വന്നിരിക്കുന്നത്. ക്രെറ്റ വിറ്റിരിക്കുന്നത് 15,276 യൂണിറ്റ്സ് ആണ് ഈ ഒരു വാഹനം വിറ്റിരിക്കുന്നത്. ഇനി എട്ടാമത്തെ സ്ഥാനം മഹീന്ദ്രയുടെ സ്കോർപിയോ, അത് രണ്ടും കൂടെ കൂടിയിട്ടാണ്, എന്നും കൂടെ കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. 15,051 യൂണിറ്റ്സ് ആണ് വിറ്റിരിക്കുന്നത്. ഇനി ഒമ്പതാമത്തെ സ്ഥാനം ടാറ്റ നെക്സോൺ ആണ് വന്നിരിക്കുന്നത്. കാരണം നെക്സോൺ നമുക്കറിയാം അത്യാവശ്യം നല്ല വിറ്റുവരവുള്ളൊരു വാഹനമാണ്. രണ്ട് സെഗ്മെൻറ്റും വരുന്നുണ്ട്, IC എഞ്ചിനും വരുന്നുണ്ട്, EVയും വരുന്നുണ്ട്. കുറച്ച് കൂടുതൽ പറയാനാണെങ്കിൽ EV ആണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ മൂവ്മെൻറ്റ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറേ പേര് ഇപ്പം പുതിയ ഷേപ്പ് EV എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ലോങ് റേഞ്ചും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ റേഞ്ച് വളരെ കൂടുതലുണ്ട്. 14,395 യൂണിറ്റ്സ് ആണ് വിറ്റിരിക്കുന്നത്. ഇനി പത്താമത്തെ സ്ഥാനം കൊണ്ടുപോയിരിക്കുന്നത് മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് ആണ്. 14,168 യൂണിറ്റ് ആണ് ഫ്രോങ്സ് വിറ്റിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 6 വാഹനങ്ങൾ മാരുതിയുടെ തന്നെയാണ്. അപ്പം നമുക്കറിയാം മാരുതിയുടെ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഒരു സ്കെയിലിംഗിൽ ഒട്ടും തന്നെ താഴുന്നില്ല. മാരുതി ഇപ്പോഴും ഏകദേശം നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ളതിലും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും ഒരു ടോപ്പ് 10 എടുക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ ഒരു 6 വാഹനം മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. ബാക്കിയുള്ള വാഹനങ്ങൾ മോശമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അപ്കമിങ് സ്റ്റേജിൽ തന്നെ നിൽക്കുന്ന ഒരുപാട് വാഹനങ്ങൾ ഞാൻ ഈ പറഞ്ഞതിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.